സകലതും ഇപ്പൊ തമ്മിൽ തല്ലി തല ധരിച്ച് വീഴൂല്ലോ എന്റെ ഭഗവതി. ഇവിടെ ചലച്ചിത്ര അക്കാദമി എന്ന് പറയുന്നത് സർക്കാരിന്റെ ഒരു സംവിധാനമാണ്, സർക്കാരിന്റെ ഒരു ഏജൻസിയാണ്, ഇൻസ്ട്രുമെന്റാലിറ്റി. നീ എല്ലാം കൂടി എന്നെ ഈ നിലയിലാക്കിയത്. അതിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കെതിരായിട്ട് ഒരു ആരോപണം ഉണ്ടാവും. ആരോപണം ഹേമ കമ്മിറ്റിയെ നിയമിക്കുന്നതിന് മുമ്പും ഉള്ളതാണ്. ഉത്തരവാദിത്തമുള്ള പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാൾക്ക് ചേർന്ന പണിയാണോ ഇത്? അദ്ദേഹം അത് ഇങ്ങനൊരു വിഷയമുള്ളതായി അറിയില്ല എന്ന രീതിയിൽ നിൽക്കും. എനിക്കൊന്നും അറിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. നീ അഭിനയിച്ചോ കലക്കുണ്ട്. സാംസ്കാരിക മന്ത്രി ഏതാണ്ട് ഇദ്ദേഹത്തെ ന്യായീകരിക്കുന്ന രീതിയിൽ പെരുമാറും. ഇതൊരു പൊളിറ്റിക്കൽ ഓഫീസാണ്. അദ്ദേഹത്തെ കേരള സർക്കാർ നിയമിച്ച ഒരു തസ്തികയാണ്. ആ സ്ഥാനത്ത് അദ്ദേഹം ഇരിക്കും. ഈ പാടിന്റെ പുറകിൽ ഒരുപാട് കഥകളുണ്ടല്ലേ ഈശോ മറിയ ഔസേപ്പേട്ട. ചലച്ചിത്ര അക്കാദമിയുടെ ഇതിനു മുമ്പത്തെ ചെയർമാനെതിരായിട്ട് ഇതുപോലെ തന്നെ ഇതിനേക്കാൾ ഗുരുതരമായ ആരോപണം ഉണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ ഒരു വൈകാരിക അന്തരീക്ഷം അദ്ദേഹത്തിന്റെ രാജിയിലേക്ക് നയിക്കാൻ പര്യാപ്തമായിരുന്നില്ല. ഇപ്പോഴാണ് അത് വന്നെങ്കിൽ അദ്ദേഹത്തിന് ആ സെക്കൻഡിൽ രാജി കൊണ്ടുവരും. ബഹുമാനപ്പെട്ട സജി ചെറിയാന്റെ ഇന്ന് കാലത്തെ റെസ്പോൺസ് കിട്ടപ്പോൾ എനിക്ക് സത്യത്തിൽ ഭയങ്കര സങ്കടവും വിഷമവും മനപ്രയാസമൊക്കെ തോന്നി. അദ്ദേഹം പറഞ്ഞു, ഇന്നലെ ഒരു ചാനലിലിരുന്ന ഒരു മഹാൻ എന്നെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്. അത് പറഞ്ഞേ ഞാനായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് കടന്ന അഭിപ്രായ പ്രകടനങ്ങൾ തന്നെ ഞാൻ ഇന്നലെ നടത്തിയാണ്. ഇനി ഇന്നും കൂടി ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന് വല്ല ഹൃദയസ്തംഭനമോ അല്ലെ ആത്മഹത്യ വല്ലതും ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. സജി ചെറിയാന്റെ ആരോഗ്യത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ആയുസിനെ കുറിച്ചും ഒക്കെ കുറച്ച് ഉത്കണ്ഠയുള്ള ആളാണ് ഞാൻ എന്ന് വെച്ചു. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇന്നലെ പറഞ്ഞ അഭിപ്രായം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ആ അഭിപ്രായം ഞാൻ ആവർത്തിക്കുന്നില്ല എന്ന് മാത്രം. എന്നെ അപമാനിക്കരുത്. ഭരണത്തിന്റെ ഇടനാഴികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ട്. ഇനി മറ്റേ സിദ്ദിഖിന്റെ കാര്യത്തിലേക്ക് വന്നാൽ അവിടുത്തെ പ്രശ്നം വേറെയാണ്. ഒരു സിനിമാ നടൻ എന്നുള്ളതിലുപരി അദ്ദേഹം ഈ താരസംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ്. ആ സ്ഥാനത്ത് വന്നിട്ട് അധികം ദിവസം ആയില്ല. ഒരു പൊതുവെ ഒരു മതിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഇടിവെട്ട് പോലെ ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിനെതിരായിട്ട് വ്യക്തിപരമായിട്ട് ഇന്നലെ വൈകുന്നേരം ആ ഒരു യുവനടി വന്ന് ആരോപണങ്ങൾ ആവർത്തിക്കുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പിന്നെ ഒട്ടും പിടിച്ചെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹം ഇന്ന് പുലർച്ചെ രാജിവെച്ചു. അദ്ദേഹം നാളത്തേക്ക് രാജി മാറ്റിയെങ്കിൽ ഇതിനേക്കാളും വളരെ മോശപ്പെട്ട വഷളായ അന്തരീക്ഷം ഉണ്ടാകുമായിരുന്നു. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ രാജിവെച്ചത് വളരെ നന്നായി. ഒരു പ്രമുഖ നടൻ എന്നൊക്കെയാണ് പറയുന്നത്. അതാണ് ഏറ്റവും വലിയ അപകടം. അപ്പൊ ഈ പ്രമുഖന്മാരെ എല്ലാവരും ജനങ്ങൾ സംശയിക്കും. നമുക്ക് മാനേജ് ചെയ്യാം. അതുകൊണ്ട് ഇത് മെഗാസ്റ്റാർ ആണോ അല്ലെങ്കിൽ മൾട്ടി സ്റ്റാർ ആണോ സൂപ്പർ സ്റ്റാർ ആണോ എന്നൊക്കെ ആലോചിച്ച് മലയാളികൾ ഇങ്ങനെ മനപ്രയാസം കൊണ്ട് വിഷമിച്ചിരിക്കുന്ന സമയം. നിന്റെയൊക്കെ കോപ്രായത്തിന് തൂങ്ങാൻ വേറെ ആളെ നോക്കി. അപ്പൊ അതുകൊണ്ട് ആരോടും ഉന്നയിക്കുന്ന ആളുകൾ ദൈവത്തോടത്ത് അതാത് വ്യക്തികളുടെ പേര് കൂടി പറയുകയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്. ബാക്കിയുള്ളവർക്ക് സമാധാനമായിട്ട് കിടന്നു ഉറങ്ങാം. ഇത് ഒരു നടൻ അങ്ങനെ ചെയ്തു, ഒരു യുവ നടൻ ഇങ്ങനെ ചെയ്തു, യുവ മെഗാസ്റ്റാർ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നതിന് പകരം ഇന്ന ആൾ ഇന്ന രീതിയിൽ ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ അത് പറയുന്നവർക്കും എളുപ്പമുണ്ട്, കേൾക്കുന്നവർക്കും എളുപ്പമുണ്ട്, പോലീസുകാർക്കും എളുപ്പമുണ്ട്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. അപ്പൊ ഇത് രാജികൾ രണ്ടും പ്രധാനപ്പെട്ടാണ്. മുകേഷിന്റെ കാര്യം പറഞ്ഞാൽ മുകേഷിനെ സംബന്ധിച്ച് ആരോപണങ്ങൾ ഇന്നും ഇന്നലും എല്ലാം ഉണ്ടാകുന്നത്. മുകേഷിനെ കൊല്ലത്ത് സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിക്കുന്ന സമയത്ത് തന്നെ നേരത്തെ ഒപ്പുന്നവനാണെങ്കിൽ വെള്ളം കുടിച്ചിരിക്കും. മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്നുള്ളതല്ല, കേരളത്തിലെ എല്ലാ ആളുകൾക്കും അറിയാം മുകേഷ് ആരാണ്. അദ്ദേഹത്തിന്റെ മുൻ കാലം നടപടികൾ എന്തൊക്കെയാണ്. ഇപ്പൊ സിദ്ദിഖിനെ പറ്റി പറഞ്ഞു കേട്ട പോലെയല്ല. സിദ്ദിഖിനെ കുറിച്ച് ഇതിനു മുമ്പ് ഒരാളും പറഞ്ഞു ഞാൻ കേട്ടോ. മുകേഷിനെ സംബന്ധിച്ചുള്ള അങ്ങനെയല്ല. അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ മലയാളത്തിലൊരു പ്രമുഖ നടിയായിരുന്നു. മലയാളത്തിലല്ല, തെക്കേ ഇന്ത്യയിലെ തന്നെ ആ ഒരു പ്രമുഖ നടിയായിരുന്നു. എന്താ പ്രശ്നം കണ്ടില്ലേ? ഇന്ത്യ വിഷൻ ചാനൽ ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന നമ്മുടെ വീണ ജോർജുമായിട്ട് നടത്തിയ ഒരു അഭിമുഖ സംഭാഷണം. ടെൻഷനായോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഈ പുലിവാലൊന്നും വലിച്ച് തലേ വെക്കേണ്ട. ആ ഇന്റർവ്യൂല് ഇവര് കൃത്യമായിട്ട് പറയുന്നുണ്ട് ചേർത്തിക്ക് തെറ്റിയതാവനെ വഴിയുള്ളൂ. നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. ഇപ്പോഴത്തെ നിങ്ങളെ ആ പേര് പറഞ്ഞല്ലോ, അവരൊക്കെ പറഞ്ഞേക്കാളും എത്രയോ കടുത്ത കാര്യങ്ങളാണ് ഇദ്ദേഹത്തിന്റെ മുൻ ഭാര്യ ആ ചാനലിൽ പറഞ്ഞു. ഇപ്പൊ കാര്യം കേട്ട് കഴിഞ്ഞല്ലോ, ഇനി ഇടി തുടരട്ടെ. ഒരു മെഗാ സീരിയൽ പോലെ അപ്പൊ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ നേരത്തെ അതിന് ഉള്ളതാണ്. അപ്പൊ ഇതുപോലെയൊക്കെ ട്രാക്ക് റെക്കോർഡുള്ള ആളുകളെ സ്ഥാനാർത്ഥികളായിട്ട് അവതരിപ്പിക്കുന്നു എന്ന് ആലോചിച്ചു. ഈ ചെയ്യുന്നതൊക്കെ ന്യായമാണെന്ന് തോന്നുന്നുണ്ടോ? അതാണ് ശരിക്കും മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയമായ ഒരു വലിയ വീഴ്ച എന്ന് പറയുന്നത്. തൊഴിലിടങ്ങളിൽ ജോലിയെടുക്കുന്ന സ്ത്രീകൾ, പ്രത്യേകിച്ചും സിനിമാ മേഖലയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം
വളരെ സ്വാഗതാർഹമായ പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടാണ്. ഞാൻ കൊടുക്കുന്ന ശമ്പളം വാങ്ങിയിട്ട് എന്നെ തന്നെ ഒറ്റിക്കൊടുക്കണം അവളല്ലേ. ഇതിലുള്ള പല കാര്യങ്ങളും നടപ്പിൽ വരുത്തേണ്ടതുമാണ്. പക്ഷേ ഇത് 4.5 കൊല്ലം എന്തിന് പൂഴ്ത്തിവെച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? അല്പം നിയമജ്ഞാനമുള്ള ഒരു സാംസ്കാരിക മന്ത്രി ആയിരുന്നെങ്കിൽ ഇത് 4.5 കൊല്ലം എടുത്തു വെക്കുകയും മാറ്റിവെക്കുകയും ചർച്ച ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യും. ഇപ്പം നേരെ മറിച്ച് വല്ല ബാലഗോപാലനോ അല്ലെങ്കിൽ MP രാജേഷോ പോലെ അല്പെങ്കിലും നിയമങ്ങളെ പറ്റി ധാരണയുള്ള ഒരു മന്ത്രി ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് അന്നേ ഇത് പുറത്തു വന്നിരുന്നേ. അന്നേ പുറത്തു വന്നിരുന്നെങ്കിൽ ഈ 4.5 കൊല്ലവും ഈ തൊഴിലിടത്തിലെ സ്ത്രീകൾ ഇത്രയും ബുദ്ധിമുട്ടേണ്ടി വരില്ല. അറ്റ്ലീസ്റ്റ് അവരിൽ പറയുന്ന പ്രാഥമികമായ കുറെ കാര്യങ്ങളില്ലേ, ശുചിമുറി സൗകര്യങ്ങൾ, വസ്ത്രം മാറാനുള്ള സൗകര്യങ്ങൾ, ലൈംഗിക പീഡനങ്ങൾ വരെയുണ്ട്. അത് പുറത്തു വരുമായിരുന്നു. ഇപ്പൊ 4.5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത്. അപ്പൊ തന്നെ നിങ്ങൾ പറയുന്നത് അതിൽ പല പേജുകളും മിസ്സിംഗ് ആണ്. അപ്പൊ ഇതൊക്കെ ഒരു പവർ പൊളിറ്റിക്സിന്റെ ഭാഗമായിരിക്കും. അത് ഞാൻ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ എന്നെ പഠിപ്പിക്കും. അപ്പൊ ഇതിൽ പവർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഗെയിം ഉണ്ട് ഇതിൽ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പൂഴ്ത്തി വെക്കുകയും പിന്നെ പുറത്തു വരുമ്പോൾ കുറെ പേജുകൾ മിസ്സാവേണ്ട കാര്യമില്ല. കുടുംബത്തോടെ നിങ്ങൾ നേരെ ആവത്തില്ലെന്ന് സത്യം ചെയ്തിറങ്ങിയിരിക്കുക. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്തു. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.